മഗ്‌രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ പോയ ഞാനാണ് ഈ വണ്ടി എടുത്തിട്ട് പോകുന്നത്. എവിടത്തേക്കെന്നല്ല, ഇതിൻ്റെ ബാക്കിലൊരു കഥയുണ്ട്. നിസ്കരിച്ച ശേഷമാണ് പിള്ളമാർ പറയുന്നത് നമുക്ക് നല്ല ഗ്രില്ലൊക്കെ ചെയ്ത് മജയാക്കാൻ വയനാട് വിട്ടാലോ. അങ്ങനെ പോകുന്ന വഴിക്ക് അൽഫാമിന് മസാല ഇടാൻ വേണ്ടി തൃക്കൈവൂർ പുതുതായിട്ട് ഓപ്പൺ ആക്കി ഷോപ്പീസിൽ കയറാനുണ്ടായിന്. കെച്ചപ്പിന് വരെ പറ്റിയായിരിക്കുന്നു. അങ്ങനെ വീഡിയോ കുറ്റം പറയുന്നത് ഇനിയിപ്പോൾ വീട്ടിലേക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ആർക്കും പയ്യന്നൂരും കാനങ്ങാടേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ തൃക്കൈപ്പൂർ ഷോപ്പീസ് വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ട്. ഇനി എനിക്ക് കുക്കിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തോ കേട്ടോ. 2 കിലോ ചിപ്സ് 2 കിലോ ചിപ്സ് നടക്ക് എല്ലാം കഴിഞ്ഞ് വണ്ടി കയറിയ ശേഷം അടുത്ത കലാപരിപാടി. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തിനാൻ 1000 താരകൾ പൂത്തുറഞ്ഞു. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും കാണാനായി. തൊട്ടപ്പോഴാത്മാവിൽ തേനിറഞ്ഞു പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമല്ല കള്ളത്തരങ്ങൾ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി കൊണ്ടല് മിന്നലായി. കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാ എട്ടുമില്ല മാറിവില്ലാണു നീ. മിന്നൽ വാഴ കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാ എട്ടുമില്ല മാറിവില്ലാണു നീ. പാടിപ്പാടി തലശ്ശേരി എത്തിയപ്പോൾ അവിടെ നല്ല സീതാപ്പായം കിട്ടുന്ന സ്പോട്ട് ഓർമ്മ വന്ന്. എന്നാൽ പിന്നെ അനുഭവമായി കയറി അതൊന്ന് ട്രൈ ആക്കാൻ വിചാരിച്ച്. അപ്പോൾ അന്ന് കുറേ ചങ്ങായിമാർ ഫാൻസുകാരെ കണ്ടു. അങ്ങനെ വരെ സ്പെഷ്യൽ നമ്മൾ ട്രൈ ചെയ്തിട്ടാ. പിന്നെ ഈ ഒരു ഷോപ്പിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് നോക്കിക്കോട്ടെ. അങ്ങനെ മുനീർക്കാനോട് രാവിലെ ട്രൈ ആക്കാൻ പിന്നെ വരാറിട്ട് നേരെ മാഹിലേക്ക് ഇട്ടു. മാഹിലെത്തിയ സ്ഥിരം പരിപാടി തന്നെ ഡീസൽ ഫില്ല് ചെയ്യാനുള്ളത്. മാഹിൽ പെട്രോളിനും ഡീസലിനും വില കുറവായതുകൊണ്ട് തന്നെ എല്ലാവരും ഫുൾ ടാങ്ക് അടിക്കാറാണ് പതിവ്. പിന്നെ റേറ്റ് നോക്കി ഒരു കമ്പയർ ചെയ്തൊരു സംസാരം ഉണ്ടാവും. 83 അപ്പോൾ എത്ര ഉണ്ടായി? 98 അപ്പുറം 97. 13 കുറവാ. ¿Y qué fue? Luisito nada. Dama, dama. Pasarle. Ranking, tanking, tang. Doggy style. Para de no bailar. അങ്ങനെ ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ നമ്മളെല്ലാവരും വയനാട് എത്തിയിട്ടാ. പിന്നെ കുറച്ച് റെസ്റ്റെല്ലാം എടുത്ത് ഈ ചേട്ടൻ്റെ കടയിൽ കയറിയിട്ട് ഒരു ചായയും ബ്രെഡ് ആംപ്ലേറ്റും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എല്ലാവരും പിടിച്ചോണ്ട് പോയിട്ടുണ്ടല്ലേ? എല്ലാവരും വീഡിയോ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. തിരുവനന്തപുരമൊക്കെ പോയിട്ടുണ്ട്. ഇടയ്ക്ക് ഇതിൽ വരലുമുണ്ട്. എങ്ങനെയാ അങ്ങനെ അവിടെ നിന്ന് നേരെ റിസോർട്ടിലേക്ക് പോകുമ്പോഴാണ് രാത്രിക്ക് ഗ്രില്ല് ചെയ്യേണ്ട ചിക്കൻ വാങ്ങിയിട്ടില്ല എന്ന കാര്യം ഓർമ്മ വന്നത്.
പിന്നെ പോകുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ നിർത്തി ചിക്കനും വാങ്ങി നേരെ റിസോർട്ടിലേക്ക് ഇട്ട്. ഫൈനലി ഗൈസ് നമ്മൾ റിസോർട്ടിലെത്തിയിട്ടാ. പെട്ടെന്ന് വന്നതുകൊണ്ട് തന്നെ റിസോർട്ട് വീടായിരിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിന്. പക്ഷേ ഇവിടെ എത്തിയപ്പം അടിപൊളി റിസോർട്ട്, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ ഇവരെ വെൽക്കം ഡ്രിങ്ക് അടിപൊളിയായിരുന്നു കേട്ടോ. റിസപ്ഷനും ഇതൊക്കെ പൻ സെറ്റപ്പായിരുന്നു. ഇനി നമ്മളെ റിസോർട്ടിൻ്റെ വ്യൂവും കാര്യങ്ങളും അതുപോലെ തന്നെ കുക്കിങ്ങിൻ്റെ വീഡിയോകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.